ഞങ്ങൾ പമ്പിലോട്ട് വന്നപ്പോഴത്തേനും ഒരു സ്കൂട്ടിക്കാരൻ വന്നൊരു ഒറ്റ ഇടി. ചുണ്ടത്ത് മല്ലിക്കൊതുമ്പ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഞങ്ങളപ്പോൾ ഇന്ന് ഇടുക്കിയിലോട്ട് പോവുകയാണ്. നമ്മുടെ വീടിൻ്റെ പാലുകാച്ചാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോവുകയാണ്. 2-3 ദിവസം മുമ്പേ പോവുകയാണ്. അവിടെ ഇഷ്ടം പോലെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയെല്ലാം കാണാം. ഹായ് ഫ്രണ്ട്സ്, മാവച്ചി അമ്പുട്ടൻ കുട്ടു മാത്രമേ ഉള്ളൂ. ഹായ് പറ. എവിടെ പോവാ കുട്ടു? പാർക്കിൽ. ഞങ്ങളുടെ പിള്ളേർക്ക് പാർക്കിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. ഞങ്ങള് പമ്പിലോട്ട് വന്നപ്പോഴത്തേനും ഒരു സ്കൂട്ടിക്കാരൻ വന്നൊരു ഒറ്റ ഇടി. തെറിച്ചു പോയി. അല്ല സോറി ഞങ്ങളല്ല കേട്ടോ, അവര് ആ ചേട്ടൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതാ. പക്ഷെ മഴ ആയിട്ട് തെന്നിപ്പോയി, ഒറ്റ വീഴ്ച. ഞങ്ങളോട്ട് കണ്ണി പോയല്ലോ എന്ന് വെച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ, ദൈവഭാഗ്യത്തിന്. പുള്ളിക്കാര കൈ വരഞ്ഞെന്ന് തോന്നും. അത് ഇങ്ങനെ കുത്തിയ പോയത്. ഹായ് ഗായ്സ്, ആട്ടും കാട്ടും ഗോമൂത്രമാണ് രാവിലെ അച്ചു കഴിക്കാൻ പോകുന്നത്. കണ്ടോ പ്രണയ ജോഡികൾ ഇരിക്കുന്ന, കണ്ടോ പ്രണയ ജോഡികൾ. എവിടെ പോയാലും അടി ഉണ്ടാക്കുന്ന ഒരേ ഒരു ദമ്പതികൾ, അല്ല 2 ദമ്പതികൾ. അത് നിങ്ങളടുത്തില്ലാത്തതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞ 2 ദമ്പതികൾ. ഇന്ന് ഞങ്ങളായിരിക്കും കാര്യം. ഞാനിന്നും മിണ്ടത്തില്ല. ഞാൻ വാ തുറന്നാൽ ഞാൻ കുട്ടൻ വണ്ടിയാണ്, അതുകൊണ്ട് ഞാൻ മിണ്ടത്തില്ല. അങ്ങനെ നമ്മുടെ ഇഷ്ടം സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ആണോ ആര്യാസ് ആണോ എന്ന് എനിക്കൊരു കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നാണ്. നമ്മുടെ എറണാകുളത്ത് തന്നെയാണ്. എന്നിട്ട് അവിടെ കയറി ഫുഡ് കഴിച്ചു. നമ്മളെല്ലാവരും മസാല ദോശയും നെയ്റോസ്റ്റും അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഓർഡർ ചെയ്തു. വെജ് ഹോട്ടലല്ലേ, രാവിലെ ആകുമ്പോൾ അത് തന്നെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ബെറ്റർ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എന്തായാലും എല്ലാവർക്കും അന്യായ വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയും ദോശയും എല്ലാം കഴിച്ച് വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കി. ഇടുക്കി വരെ എത്തണ്ടേ, അപ്പോൾ കോട ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് പോകണം. അപ്പോൾ പകൽ പോയാലും കോട ഉണ്ടാവും. എന്നാലും ഞങ്ങൾ പെട്ടെന്ന് കഴിച്ചിട്ട് ഇറങ്ങി. പിന്നെ പിള്ളേരെ കഴിപ്പിക്കാനായിരുന്നു പാട്. അങ്ങനെ ഞങ്ങളൊരു പെട്രോൾ പമ്പിലെത്തി കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ടൈമാണ്. സത്യം പറഞ്ഞാൽ ഒരു ഗ്രൗണ്ട് പോലത്തെ ഒരു പെട്രോൾ പമ്പാണ്. അപ്പോൾ അച്ചു പറഞ്ഞു, ആദ്യം ചിന്നു തന്നെയാണ് പൊക്കിയത്, എന്നെ പൊക്കൂന്ന് പറഞ്ഞു. അന്ന് അത് കാണട്ടെ എന്ന് പറഞ്ഞു. എന്ത് പറ്റിയടാ? ഇപ്പൊ കാര്യം എനിക്ക് വെയിറ്റ് ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് നമ്മൾ ഇടുക്കിയിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ലല്ലു ആണെങ്കിൽ ഭയങ്കര കളിയാണ് കേട്ടോ. പാച്ചൂട്ടൻ ഓരോന്ന് പറഞ്ഞ് ലല്ലുവിനെ ഇങ്ങനെ ഓരോ കളിപ്പിക്കുകയാണ്. പക്ഷെ സൗണ്ട് വെക്കത്തില്ല. അവിടെ കണ്ടോ പാട്ട് വെച്ചിട്ടുണ്ട്, അതാണ് എനിക്ക് സൗണ്ട് ഇടാൻ പറ്റുന്നില്ല. അല്ല, മോമാമൻ വരെ ചെരുപ്പിട്ടിട്ടില്ല. ഹായ് ലല്ലുകുട്ടാ. അയ്യോ, വൈലകൃഷ്ണൻ കൊള്ളാം. ആ വെള്ളകൃഷ്ണൻ കൊള്ളാം അല്ലേ, വെള്ളയും ഗോൾഡും കളറുള്ളത്. എൻ്റമ്മേ ചുണ്ടത്ത് മല്ലിക്കൊതുമ്പ്, പൂമാരം കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ. എൻ്റമ്മേ ചുണ്ടത്ത് മല്ലിക്കൊതുമ്പ്, പൂമാരൻ കണ്ടിട്ടോ സ്വപ്നം കണ്ടിട്ടോ. ആ ഇതന്നെ ഭംഗി. ഇതാണ് സെലക്ട് ചെയ്തത്. 160 അല്ലേ?
കാഴ്ച കളിച്ചില്ലേ? അങ്ങനെ ഞങ്ങൾ മുണ്ടക്കയത്ത് എത്തിയിരിക്കുകയാണ്. മുണ്ടക്കയത്ത് എത്തിയപ്പോഴത്തേനും 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് കുട്ടപ്പനും മോനുവിനും ഒരു ബനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ കയറിയതാണ്. അപ്പം ഐച്ചേട്ടൻ പിള്ളേരെയും കൊണ്ട്, ഐച്ചേട്ടനും ഞാനും പിള്ളേരെയും കൊണ്ട് ഷൂ ഒക്കെ മേടിക്കാനായിട്ട്, വാച്ചും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരത്തേക്ക് മുണ്ടക്കൈ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, കുട്ടി സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു, ചേച്ചിമാരെ കണ്ടു, ഒരുപാട് പേരെ കണ്ടു. ഭയങ്കര സന്തോഷം തോന്നി. നമ്മളെ അവർ അടുത്ത് നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മളെ അതൊരു വല്ലാത്തൊരു ഫീലിങ്സ് ആണ് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ക്ലാസ് ഉണ്ടോ? നിന്റെ മുഖം ക്ഷീണിച്ചിരിക്കുന്ന പോലെ. പിന്നെ പിള്ളേർക്ക് ചെരുപ്പൊക്കെ, ഷൂ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ ഒരാൾക്ക് ഷൂ വാങ്ങിച്ച് കഴിഞ്ഞാൽ 4 പേർക്ക് ഷൂ വാങ്ങിക്കണമല്ലോ. അപ്പം എല്ലാവർക്കും ഷൂ ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ പിന്നെയും സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. നമ്മുടെ അവരോടെല്ലാം സംസാരിച്ച്. എന്നാ കോടയാണെന്നറിയാം. നമ്മൾ കുട്ടിക്കാനം കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞു കേട്ടോ. 2:30-3 മണി സമയത്തായിരുന്നു. ഭയങ്കര കോടയാണോ, അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നമ്മൾ മേച്ചേരിക്കട എന്ന സ്ഥലം, ഉപ്പുതറ, അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ വീട്ടിലെത്തി. അപ്പോഴത്തേനും നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കൊക്കോ കാണുന്നത്. കുട്ടു എടാ, എനിക്ക് ഇല്ല തൂറ്റൽ പിടിക്കും, ഞാൻ പറഞ്ഞേക്കാം. എടാ എനിക്ക് തിന്ന് നോക്കങ്ങോട്ട്. ഇത് മുട്ടായി പോലെയാടി. എടാ താന്ന്, എടാ മുട്ടായി എടാ തിന്നു നോക്ക, നല്ല തിന്നോ മുട്ടായി. എടാ അതൊന്നും കണ്ടിട്ട് പോലും ഇല്ല എന്നാന്ന്. തിന്നു നോക്ക്. എടാ മുട്ടായി തിന്നു നോക്കടാ, മധുരം. എടാ കണ്ണന് പനി. എല്ലാ കുരങ്ങുകളും ഒരുമിച്ചാ വന്ന് നോക്കി. നമ്മുടെ വീട്ടിൽ എല്ലാ കുരങ്ങുകളും ചിന്നു ഉദ്ഘാടനം ചെയ്യാൻ പോവാ. വീഡിയോ പിന്നെ 2 ദിവസം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടപ്പാച്ചിലിനിടയിലായിരുന്നു. അപ്പോൾ നമ്മുടെ കണ്ണൻ്റെ, അതായത് ഞങ്ങളുടെ അനിയൻ്റെ കൂട്ടുകാരൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പിറന്നാളായിരുന്നു. അത് ഞങ്ങളങ്ങനെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചു. അവൻ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരാളെ പോലെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളത് അടിപൊളിയായിട്ട് കേക്ക് മുറിച്ച് ഭയങ്കര രസമായിരുന്നു. പിറ്റേ ദിവസമായി ഗൈസ്, നമ്മൾ അമ്പലത്തിൽ പോകാൻ തുടങ്ങുകയാണ്. ഗണപതി ഹോമമൊക്കെ ഉണ്ട്. അപ്പം അമ്പലത്തിൽ പോകണം. ഇത് നമ്മുടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്, 3ാമത്തെ നിലയാണ്. അപ്പോൾ അമ്മ ഇവിടെ കുറേ കൃഷിയും നമ്മുടെ കറ്റാർവാഴ ഇഷ്ടം പോലെ നട്ടു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാം അമ്പലത്തിൽ പോയിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. കുറച്ചൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അധികം ആരെയൊന്നും വിളിച്ചില്ല. നമ്മുടെ ജസ്റ്റ് റിലേറ്റീവ്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇത് അച്ഛൻ്റെ പെങ്ങളാണ്, അച്ഛൻ്റെ വേറൊരു പെങ്ങളാണ്. അങ്ങനെ കുറച്ച് അടുത്തുള്ളവരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഈ അച്ഛൻ്റെ പെങ്ങളും അവരെല്ലാം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തടുത്തുള്ളവരാണ് എല്ലാവരും താമസിക്കുന്നത്. ഞങ്ങളുടെ പൂജാരി ഞങ്ങളുടെ അച്ഛൻ തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്.
നേരത്തെ കഴിച്ചോ? ഞാനാ വീട്ടിൽ ആദ്യം. എന്താ കഷ്ടപ്പെടുത്തു? അമ്പു പിടിക്കാതെ. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. വെട്ടമില്ല, വെട്ടമില്ല. സൂചി കാണുന്നില്ല. പാവം പണിയെടുക്കുന്ന അച്ചു. നീ മാത്രമേ ഈ വീട്ടിൽ പണിയെടുക്കുന്നുള്ളൂ പറഞ്ഞ. എനിക്ക് കുട്ടിയുണ്ട്, കുട്ടി. കുട്ടിയുടെ പേര് പറഞ്ഞ ഒരു പണിയും ചെയ്യണ്ട, കഷ്ടപ്പെടുക. കണ്ടില്ലേ എനിക്ക്? അതെ, അതിനകത്ത് എന്റേതായിരുന്നു, അവലായിരുന്നു. അവല് തിന്ന് നടക്കുമായിരുന്നു അവള്. എന്റെ ദൈവമേ, കണ്ടടാ, കണ്ടുപിടിച്ചടാ ഞാൻ. കണ്ണാലെ തൊട്ടപ്പോൾ അത് നമ്മുടെ പപ്പടവുമായിട്ട് വന്നിരിക്കുകയാണ് അഖില അടുത്തതായി കടന്നു വരുന്നത് നമ്മുടെ കണ്ണനാണ്. അർജുനസ് പ്രഭാകർ ഓൺ ദി സ്റ്റേജ്. അത് അയ്യോ, ആ മുട്ടയുമായി വേണ്ട അഖില ജയൻ വീണ്ടും പുറത്തേക്ക്. പ്രോത്സാഹന സമ്മാനവുമായി അരുൺ വരികയാണ്. അരുണല്ലേ? അടുത്തത് നമ്മുടെ കണ്ണന്റെ കൂട്ടുകാരൻ കറി അച്ചാറുമായി വരുന്നു. അതാ അരവിന്ദും അജിത്തും കൂടി എന്തോ പൊക്കിക്കൊണ്ട് ഒരുത്തൻ മകം മൂടി വരുന്നു. അറിയത്തില്ല. കാറാനായി തുടങ്ങിയിരിക്കുകയാണ്. കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അമ്മയുണ്ട് മോനെ, അമ്മ, മോനെ അമ്മ. ഒറ്റക്കിരുന്ന് കഴിക്കും. ഇതൊക്കെ ഈ തീറ്റ മാത്രമേ ഉള്ളൂ. രാവിലെ 150 ഇട്ടില്ല. ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ഒളിപ്പിച്ച് വെച്ചാ. നിങ്ങളുടെ വീട്ടിലുണ്ട്. വിളിച്ചോ? മുട്ട കൊടുത്തില്ല. സെക്കൻഡ് ട്രിപ്പ്. ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പറയണ്ടേ? ഞങ്ങളുടെ ബാല്യകാല സുഹൃത്താ അവളുടെ അല്ലേ ഞങ്ങളുടെ.
കൈയിട്ട് സന്തോഷായില്ലേ? അമ്മയുടെ നോട്ട് നോക്കി, അമ്മയുടെ നോട്ട് നോക്കി. ഓരോരുത്തരായിട്ടായിരിക്കും വീട്ടിലെ ബൈക്ക് ആ വാഷിപ്പിന്റെ തള്ളിക്കൊണ്ട് പോകും. ലല്ലു ഹായ്. ഒരു കഥ പറയാം. നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ എടുത്തു വെക്കല്ലേ. എല്ലാം കഴിക്കട്ടെ. പാവാടേ ഈ ലല്ലു എന്താടി കാണിക്കുന്നത്? മൈ ബ്രദർ ആര് പഞ്ചാര മോൻ അരിയെ നാളെങ്കിലും കറി വെക്കാം. പഞ്ചാര എനിക്ക് വേണ്ട. ചില്ല